ഒരു വലിയ സന്തോഷകരമായ ദിവസമാണ്. ഇന്ന് NDAൻ്റെ ഭാഗമായി 2020 ജോയിൻ ചെയ്യുന്നു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ 2020 സാബുജിയും ഒഫീഷ്യലായിട്ട് PMൻ്റെ പ്രസൻസിൽ NDAൻ്റെ ഭാഗമാവും. എനിക്ക് 2-3 കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് NDA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം, വിശ്വാസ സംരക്ഷണം, സുരക്ഷിത കേരളം, ഇത് ഞങ്ങൾ മുമ്പോട്ട് വെച്ച് നാടിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കും എന്ന് ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് കൃത്യമായി ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. ഈ പൊളിറ്റിക്കൽ കൾച്ചർ, വിവാദങ്ങളുടെ പൊളിറ്റിക്കൽ കൾച്ചർ, രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ നാടിനെ എത്ര കൊല്ലമായി ബാധിക്കുന്നു. ആ മാറ്റം കൊണ്ടുവരാൻ NDA മാത്രമേ ഒരു മുന്നണി ഈ വികസിത കേരളത്തിൻ്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മുന്നണി ആണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 2020 എന്ന പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചു കാലമായിട്ട് 2016 മുതൽ വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ അപ്പുറം സാബുജി ഈ നാട്ടിൽ ഒരു വളരെ ജോബ് ക്രിയേറ്റർ ആയ ഒരു ഓൺട്രപ്രണറുമാണ്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആക്യുമെനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനമുണ്ട്. മലയാളിയായ എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തെ ഈ സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെ പുറത്താക്കി തെലങ്കാനയിൽ പോയി 20,000 അവിടെ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിച്ചു. അപ്പോൾ NDAൻ്റെ ഭാഗമായി 2020 ഇന്ന് വരുമ്പോൾ അത് NDAൻ്റെ ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം എല്ലാ മലയാളികളുടെ ആവശ്യമാണ് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം. വികസിത കേരളത്തിൻ്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി തുടരുന്നതെന്ന് ഞങ്ങളെല്ലാവരും ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്. ഞാൻ കുറേ മാസമായിട്ട് പറഞ്ഞു, ഇതുവരെ നടന്ന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഈ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഇത് നിർണായകമായ ഇലക്ഷനാണ്. നമ്മൾ എത്രയോ തവണ ഈ UDFും LDFനും മാറി ഭരിച്ച വിവാദ രാഷ്ട്രീയം കണ്ടതാണ്. അവരുടെ ഇക്കണോമിക് പോളിസീസ് ഒരു ഫെയിൽഡ് പോളിസീസാണ്. 10 കൊല്ലം ഭരിച്ച് LDF നാടിനെ നശിപ്പിച്ചു. അതിനു മുമ്പ് 2016 ജനങ്ങൾ UDFനെ പുറത്താക്കിയത് എന്തുകൊണ്ടാണ്? അത് ആരും മറന്നിട്ടില്ല. അവരുടെ അഴിമതി, അവരുടെ അനാസ്ഥ, അവരുടെ കഴിവില്ലായ്മ, അത് ജനങ്ങൾ മനസ്സിലാക്കി 2016 അവരുടെ പ്രീണനം ജനങ്ങൾ മനസ്സിലാക്കി പുറത്താക്കി. ഇന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട് LDFും അതന്നെ ചെയ്തത്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ NDAക്ക് നിർണായകമായ ഒരു പിന്തുണ ജനങ്ങൾ തരും. NDA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തരും എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വാസം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ സാബു ജേക്കബ് അവർകൾ നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തോടൊപ്പം തന്നെ 2020 വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ഗോപകുമാർ, അദ്ദേഹവും ഇവിടെ സന്നിഹിതനാണ്. ശ്രീ സാബു ജേക്കബ് അവർകൾ നമ്മളോട് സംസാരിക്കും. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത്, കാരണം എറണാകുളത്തുള്ള മാധ്യമങ്ങളെ എല്ലാവരെയും എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അതും ഇങ്ങനെയുള്ളൊരു എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ 2020 പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകരമായ ഒരു തീരുമാനമായിരുന്നു അത്.
ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു വ്യവസായിയാണ്. രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുണ്ടായ സാഹചര്യം തന്നെ ഈ ഇവിടുത്തെ LDFും UDFും മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് ഇവിടെ ഈ നാട് നശിപ്പിക്കുന്ന കണ്ട് മനം മടുത്തിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ 2020 എന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയതും കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ പാർട്ടി ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തത് 10 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ 14 വർഷമായിട്ട് ഞങ്ങൾ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി മാതൃകാപരമായ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഭക്ഷ്യസുരക്ഷ. അതായത് ഇന്ന് നമുക്കറിയാം, ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പിണറായി സർക്കാർ ഭരിച്ച് വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത്. പക്ഷെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ല എന്ന് മാത്രമല്ല, വിലകൾ 3-4 ഇരട്ടിയായിട്ട് മാറി എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു സാധാരണക്കാരന്, പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത, ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പിലാകും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതിനേക്കാളുപരി ഞങ്ങളുടെ വളർച്ച കണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ 2020 എന്ന് പറയുന്ന പാർട്ടിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടുത്തെ LDFും UDFും കൂടാതെ വെൽഫെയർ പാർട്ടി, PDP, SDPI അങ്ങനെ 25 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നൊരു സഖ്യമുണ്ടാക്കി, ജനകീയ മുന്നണി. അവരങ്ങനെ 25 പാർട്ടികൾ ഒന്നിച്ചു നിന്ന് ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് ഞങ്ങൾ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം അവർ ഞങ്ങളെ നേരിട്ടത്. അപ്പോൾ അത് തന്നെ ഈ പ്രസ്ഥാനം എത്രത്തോളം മനുഷ്യരുടെ മനസ്സുകളിൽ, സാധാരണക്കാരുടെ മനസ്സുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണത്. അപ്പോൾ ഞങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്ന് തീരുമാനിച്ച് അവർ ഒരേ സ്ഥാനാർത്ഥികളെ ഒരേ ചിഹ്നത്തിൽ, ഈ തവണ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും LDFും UDFും സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാതിരുന്നത് 2020 മത്സരിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലാണ്. അരിവാൾ ചിറ്റിയും ഉണ്ടായിരുന്നില്ല, കൈപ്പത്തിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്രത്തോളം ലജ്ജാകരമായിട്ട്, എത്രത്തോളം അവർ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾ 89 സീറ്റുകൾ, ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന 2 പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും പുതുതായിട്ട് 2 പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനും 2 പഞ്ചായത്തുകൾ നിലനിർത്താനും ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളെ സീറ്റുകളുടെ കാര്യത്തിൽ 10% ഉയർച്ച കൊണ്ടുവരാൻ സാധിച്ചു. വോട്ടിംഗ് ശതമാനത്തിൽ ഞങ്ങൾക്ക് 3% കഴിഞ്ഞ തവണത്തേനേക്കാൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ തകർക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് 2020 വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സംഭവമാണ് ഞങ്ങളെ ഒന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. കാരണം ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDAയോടൊപ്പം, മോഡി സർക്കാരിനോടൊപ്പം, അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. ഈ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ സാധിക്കില്ല. നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകളായിക്കോട്ടെ, നമ്മുടെ കുട്ടികളായിക്കോട്ടെ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിന് നമുക്ക് മാറ്റം വരണം. ആ മാറ്റം വരണമെങ്കിൽ നമ്മുടെ പഴയ കേരളത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടാണ് NDAയുടെ കൂടെ ചേർന്ന് ഇതോടൊപ്പം ആ വികസന കാഴ്ചപ്പാടോടൊപ്പം വികസിത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും അതിനൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ
ഞങ്ങൾ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറിയതിന് ശേഷം 2019 മുതൽ 2020 ഇലക്ഷനിൽ, 2021, 24 എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ ഞങ്ങളുമായിട്ട് ചർച്ച നടത്താനായിട്ട് വരാറുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണ് താങ്കൾ ഒരു മൂവ്മെന്റ് തുടങ്ങിയത്. അപ്പോൾ ഒരു രാഷ്ട്രീയ മുന്നണിക്കൊപ്പം ഇപ്പോൾ സഖ്യം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടി എന്ന് പറയില്ല, പരമ്പരാഗത രീതിയിൽ ചിന്തിക്കുന്ന ഈ കേരളത്തെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയായിരുന്നു ഞങ്ങളുടെ നീക്കം. അതെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആ രീതിയിലാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ആളുകൾക്കെതിരെയാണ് ആയിരുന്നു ഞങ്ങളുടെ നിലപാട്. ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ ചില കാരണങ്ങൾ. ഒന്ന്, ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഈ കേരളത്തെ മാറ്റിയെടുക്കുക, വികസനം പൂർത്തിയാക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ആ ഒരു ലക്ഷ്യം എത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. 2, ഞങ്ങളെ ഈ മണ്ണിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന് LDFും UDFും 25 പാർട്ടിക്കാർ തീരുമാനിച്ചപ്പോൾ അതിന് തടയിടണം, അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരണം, അതിന് പകരം വീട്ടണമെന്നുള്ളൊരു വാശി കൂടിയാണ് ഞങ്ങൾക്കതിപ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ ഒരു തീരുമാനം ഇക്കാര്യത്തിലേക്ക് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ 8 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ചു. ഈ കഴിഞ്ഞ 24 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി നിയോജക മണ്ഡലം, എറണാകുളം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിച്ചു. അവിടെ ചാലക്കുടിയിൽ ഞങ്ങൾ 1,05,000 വോട്ടുകൾ നേടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 15.3% വോട്ട് നേടി. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണെന്ന് ഓർക്കണം. ഞങ്ങൾ ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ 15.3% വോട്ട് നേടിയ പാർട്ടിയാണ്. ഇത്തവണ ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 886 വാർഡുകളിൽ മത്സരിച്ചു. അത് കൊല്ലം ജില്ല മുതൽ പാലക്കാട് ജില്ലയിൽ വരെ ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനിയൊരു മുന്നണിയുടെ ഭാഗമായിരിക്കുകയാണത്. അപ്പോൾ അത് മുന്നണിയിൽ ചർച്ച ചെയ്ത് അതിനനുസരിച്ച് എവിടെയൊക്കെ ആരൊക്കെ മത്സരിക്കണമെന്നുള്ളത് എല്ലാവരും കൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇതുവരെ എനിക്ക് സ്വന്തമായിട്ടെടുക്കാവുന്ന തീരുമാനമാണ്. ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. അല്ല, നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ബിസിനസ്സിനെ പറ്റിയല്ല. നമ്മുടെ രാജീവ്ജി പറഞ്ഞിരുന്നു, എന്നെ ആരാണോ ഈ നാട്ടിൽ നിന്ന് ചവിട്ടി ഓടിച്ചത് അത് ഇവിടെ തിരിച്ചു കൊണ്ടുവരണം. ആ വ്യവസായങ്ങൾ, തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല. ഇവ കഴിഞ്ഞ 21 ഇടത് സർക്കാർ എന്നെ തെലങ്കാനയിലേക്ക് ചവിട്ടി ഓടിച്ചിട്ട് അവിടെ 50,000 തൊഴിലുകളാണ് എനിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത്. അത് കേരളത്തിന് കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും തിരിച്ചു കൊണ്ടുവരിക, കേരളത്തെ ഒരു വികസിത കേരളമാക്കി മാറ്റുക, വ്യാവസായിക സംസ്കാരം ഇവിടെ കൊണ്ടുവരിക, നമ്മുടെ യുവാക്കൾക്ക് നാട് വിട്ടു പോകേണ്ട സാഹചര്യം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന NDA അടക്കം ഇതിൻ്റെ ലക്ഷ്യം. അല്ല, ഇതിനകത്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഞങ്ങളുടെ ആശയങ്ങൾ, ആ ആശയങ്ങളുമായിട്ട് യോജിക്കാവുന്ന ഇന്ന് ഇന്ത്യയിൽ ഞങ്ങൾ കണ്ടത് NDA ആണ്. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന, കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയോടാണ്. അപ്പോൾ അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വികസനം കാഴ്ചവെച്ച ഒരു പാർട്ടിയോട്. അപ്പോൾ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ NDA ആണ് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും ഈ കേരളത്തിൻ്റെ വികസനവും ഉറപ്പുവരുത്താനായിട്ട് ഏറ്റവും നല്ല ഒരു മുന്നണി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളതിൽ ചേരാനായിട്ടുള്ള തീരുമാനമെടുത്തത്.
അല്ല, ഇവിടെ ഒരു മുന്നണി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഇത് BJPയുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ BJP ഒരു പാർട്ടിയായിട്ടല്ല ഇതിനെ കാണേണ്ടത്. നമ്മൾ ഒരിക്കലും കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു സഖ്യം തന്നെ ഉണ്ടാകുന്നത് നമ്മളെല്ലാവരും പറയുന്ന, കാരണം എന്നെപ്പോലെയുള്ള ഒരാൾ നയിക്കുന്ന ഒരു പാർട്ടി, അപ്പോൾ അവർക്ക് ആരോടും ഒരു അകലമില്ല എന്നുള്ളതാണല്ലോ അതിൽ നിന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ഈ സഖ്യം ഉണ്ടായത് തന്നെ അതിനൊരു തെളിവാണത്. അപ്പോൾ എല്ലാ ആളുകളെയും ഒരുപോലെ കാണുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇതുപോലെ ഒരു സഖ്യത്തിന് തീരുമാനമെടുക്കേണ്ടി വന്നത്. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇല്ല, അങ്ങനെ ഒരു റേസൊന്നുമില്ല. എല്ലാവരും ഒരേ സമാനം തന്നെയാണ് ഇന്ത്യയിൽ. ഒന്ന് കൈ കൊടുക്കണം, ഒരു കൈ കൊടുത്തു.